കഴിഞ്ഞ് ഏതാണ്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കള്ളുകൂടിയ മത്തായി ഒരു ദിവസം മെനക്കേട് ബുക്കിന് വന്നെന്ന് വെച്ച് പറഞ്ഞു, എന്തിനാ CSI അച്ഛനും പിള്ളേരും എൻ്റെ വീട് ഇതിന്റെ പൊളിഞ്ഞത് കണ്ടില്ലയോ, അവർക്ക് വന്നൊന്ന് വേണ്ടി തരാൻ കഴിഞ്ഞില്ലയോ? ഞങ്ങൾ ചെയ്ത നല്ല കാര്യമല്ലേ? ഞങ്ങൾ ചെയ്തത് ഏറ്റവും നല്ല സാമൂഹ്യ നന്മയല്ലേ? പക്ഷെ മത്തായിക്ക് ആവശ്യം ഒരു വീടുണ്ടാക്കി കിട്ടുന്നതിനപ്പുറമായി അവൻ ആത്യന്തികമായി അവന്റെ ദുസ്വഭാവത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുക എന്നുള്ളതായിരുന്നു. അവൻ ഒന്നല്ല 10 വീട് വേണ്ടി കൊടുത്താലും അവന്റെ മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഉതകുന്നത് അല്ലായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പിന്റെ സഹായം അവന്റെ അപൂർണതയിൽ നിന്ന് അവനെ വിടുവിക്കുന്നതല്ലായിരുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പ് അവന്റെ ഈ അപൂർണതയോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ച രണ്ടാമത്തെ ഗ്രൂപ്പ് ദൈവാലയത്തിനുള്ളിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നുപോകുന്ന ആരാധനാ സമൂഹമാണ്. മുമ്പേ പറഞ്ഞതുപോലെ അന്ന് നിലനിന്ന സമ്പ്രദായമനുസരിച്ച് റുമാലിൽ നാണയത്തുട്ടുകൾ പൊതിഞ്ഞു കെട്ടി തങ്ങൾ പ്രവേശിക്കുന്ന വാതിക്കൽ നിരന്നിരിക്കുന്ന ഭിക്ഷക്കാർക്ക് ഓരോന്നോരോന്നായി നാണയം എറിഞ്ഞു കൊടുത്തു. അവസാനത്തെ നാണയം എറിഞ്ഞു കൊടുക്കുന്ന ആത്മസംതൃപ്തിയിൽ അകത്ത് കയറി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സർവശക്തനായ, സകലത്തിന്റെ മേലും അധികാരമുള്ളവനായ, ഒന്നും അസാധ്യമെന്ന് തോന്നാത്ത ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ആരാധന സമൂഹമായിരുന്നു ഇവന്റെ അപൂർണതയോട് പ്രതികരിച്ച രണ്ടാമത്തെ ഗ്രൂപ്പ്. പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട്. അവരാരാധിക്കുവാൻ പോയത് ആരെയാ? സർവശക്തനായ ദൈവത്തെയാ, അല്ലേ? ഇവന്റെ മുടന്തിന് ഒരു വാക്കുകൊണ്ട്, ഒരു സ്പർശനം കൊണ്ട് സൗഖ്യം കൊടുക്കുവാൻ കഴിവുള്ള ദൈവത്തെ ആരാധിക്കുവാനായിട്ടാണ് ഈ ജനമൊക്കെയും ദൈവാലയത്തിലേക്ക് കടന്നുപോയത്. അവര് നാണയത്തുട്ടുകൾ എറിഞ്ഞു കൊടുത്ത് സംതൃപ്തി അടഞ്ഞു എന്നുള്ളതല്ലാതെ ആരെങ്കിലും ഒരാൾ ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കിക്കൊണ്ട് തങ്ങളുടെ വാദത്തിലുള്ള ഈ മുടന്തനായ മനുഷ്യന്റെ ദൈവമേ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്നേ ഈ മനുഷ്യൻ എഴുന്നേറ്റ് പോകുമായിരുന്നില്ലേ? എന്നേ സൗഖ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുമായിരുന്നു. പക്ഷേ ആരാധനാ സമൂഹത്തിന് അത് ചെയ്യുവാൻ, വേദനയിൽ ഇരിക്കുന്ന മനുഷ്യന് സൗഖ്യം കൊടുക്കുവാൻ കഴിയുന്ന യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവന് വേണ്ടി മധ്യസ്ഥത അടയുവാനും കഴിയാതെ നാണയത്തുട്ടുകൾ എറിഞ്ഞു കൊടുത്ത് സംതൃപ്തി അടയുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ്. മൂന്നാമത്തെ ഗ്രൂപ്പ് ഇവന്റെ അപൂർണതയോട് വളരെ പോസിറ്റീവായി സിംപതറ്റിക്കലായിട്ട് പ്രതികരിച്ച മൂന്നാമത്തെ ഗ്രൂപ്പ്. രണ്ടുപേരേ ഉള്ളൂ. അത് പത്രോസും യോഹന്നാനുമാണ്. ഇവർ രണ്ടുപേരും നടന്നു വരുന്നത് കണ്ടിട്ട് അവരുടെ കയ്യിലും നാണയത്തുട്ടുകൾ കാണും എന്ന് ആ മനുഷ്യൻ, ആ കുരുടൻ ചിന്തിച്ച് അടുത്തു വന്നപ്പോൾ ആ കുരുടൻ അവരിതുകൊണ്ട് പറഞ്ഞു, സഹോദരാ ഒന്ന് സഹായിക്കണേ, മുടന്തനാ, നടക്കാൻ കഴിവില്ലാത്തവനാ, തളർന്നവനാ, ഒന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. പത്രോസും യോഹന്നാനും അവിടെ നിന്നു. അവരവനെ നോക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, നീ ചോദിക്കുന്ന വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അഥവാ നീ ചോദിക്കുന്ന വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് തരുവാൻ സാധിച്ചാലും അത് നിന്റെ ഈ പ്രശ്നത്തിന് പരിഹാരമാവുകയില്ല, നിന്റെ മുടന്തിന് സൗഖ്യം ലഭിക്കുവാൻ ഉതകുന്നതല്ല. എന്നാൽ ഞങ്ങളുടെ കയ്യിൽ നിനക്ക് തരുവാൻ ഒരാളുണ്ട്, സകല രോഗത്തിനും സൗഖ്യം കൽപ്പിക്കുവാൻ കഴിയുന്ന, സകല വേദനകൾക്കും പരിഹാരം കൊടുക്കുവാൻ, സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു യേശു ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ ആ യേശുവിനെ തരാം എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. ഞാൻ ആ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് മടങ്ങിപ്പോവുകയാണ്. എൻ്റെ ദൂതിൻ്റെ പ്രധാന ചിന്ത അവിടെയാണ് കിടക്കുന്നത്. Why the worshiping community could not give Jesus Christ the healer to this man? ഈ ആരാധിക്കുന്ന സമൂഹം
ദൈവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോകുന്ന ഈ സമൂഹത്തിന് ഇവന്റെ പ്രശ്നത്തിന്റെ പരിഹാരങ്ങൾ കാണുവാൻ കഴിയുന്ന യേശുവിനെ എന്തുകൊണ്ട് കൊടുക്കുവാൻ കഴിഞ്ഞില്ല? അവർക്കറിയാമായിരുന്നില്ലേ യേശു ദൈവമാരാണെന്ന്? അവർക്കറിയാമായിരുന്നില്ലേ ക്രിസ്തു ആരാണെന്ന്? അവര് പ്രാർത്ഥിക്കുവാൻ പോകുന്ന കർത്താവ് ആരാണെന്ന് അവർക്കറിയാമായിരുന്നില്ലേ? ഒരുപക്ഷെ അറിയാൻ പാടില്ലാത്തത് കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഈ ക്രിസ്തുവിനെ അവരറിഞ്ഞിട്ടും ആ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ഉദാസീനത കൊണ്ടായിരിക്കാം. എന്തായാലും നാണയത്തുട്ടുകൾ എറിഞ്ഞു കൊടുത്ത് സംതൃപ്തി അറിയുന്നവരാണ്. ഞാൻ രണ്ട് കാരണങ്ങൾ പറഞ്ഞിട്ട്, ഇവർ ആരാണ്, വിശ്വാസ സമൂഹം ആരാണ് എന്ന് അവർ അറിഞ്ഞില്ല എന്നുള്ളതാണ്. യേശു കർത്താവിനാൽ വിടുവിക്കപ്പെട്ട് അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഈ രാത്രിയിൽ വളരെ ആകാംക്ഷയോടെ, പ്രാർത്ഥനയോടെ, ക്ഷമയോടെ ഈ 8:30 കഴിഞ്ഞ സമയത്തും ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്കും എനിക്കും ഒരു ചുമതലയുണ്ട്. നീയും ഞാനും ആരാകുന്നു എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നാം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ചുമതല ഏതാണ്, എന്റെ നിയോഗങ്ങൾ ഏതാണ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ, എഴുന്നേറ്റ് നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ നാം മനസ്സ് കാണിക്കുന്നില്ല എങ്കിൽ നാം ദൈവസന്നിധിയിൽ കുറ്റക്കാരായി നിൽക്കേണ്ടി വരും എന്നുള്ളത് യാതൊരു സംശയമില്ല. നമ്മുടെ നിയോഗങ്ങളെ കുറിച്ച് വളരെ പെട്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നത്, എൻ്റെ അച്ഛന്മാരൊക്കെ എന്നെക്കാട്ടിൽ നല്ലതുപോലെ പ്രസംഗിക്കുന്നവരാ. നിങ്ങൾക്കറിയാവുന്ന ചില കാര്യങ്ങൾ തന്നെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എസെക്കിയേലിന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ അഭിമന്യ ഫ്രാൻസിസ് തിരുമേനി കാഹളമൂതുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ ഉള്ളം സന്തോഷിച്ചു. ദൈവത്തിന്റെ ആത്മാവ് എത്ര വ്യക്തമായിട്ടാ തിരുമേനിയിൽ കൂടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളുടെ ആത്മാവ് ഒന്നിച്ച് സംസാരിച്ചു. അവിടെ എസെക്കിയേൽ 33-ന്റെ 1 മുതൽ പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നീ നിന്റെ സജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാൻ ഒരു ദേശത്തിന് നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ ദേശത്തിന് നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ അവന്റെ രക്തം അവന്റെ തലമേൽ തന്നെ ഇരിക്കും. അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവന്റെ രക്തം അവന്റെ മേൽ ഇരിക്കും. കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തന്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ ഇവൻ തന്റെ അകൃത്യ നിമിത്തം ഛേദിക്കപ്പെട്ടു പോയെങ്കിലും അവന്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. 7-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുകയാ. അവിടെ പ്രവാചകനിൽ കൂടെ ദൈവം വർണ്ണിച്ചിരുന്നത്, കാവൽക്കാരാ, നീ കാഹളമൂതണം. നീ കാഹളമൂതിയിട്ട് അത് കേട്ട് തന്റെ പാപത്തെ കുറിച്ച് ഉണർന്ന് തന്റെ ജീവിതത്തെ ഒരുവൻ കരുതിക്കൊണ്ടാൽ അവന്റെ പാപത്തിൽ നിന്നൊഴിയും. അങ്ങനെ ചെയ്താൽ നീയും രക്ഷപ്പെടും. എന്നാൽ നിനക്ക് ചുറ്റുമുള്ള ജനത്തിന്റെ പാപത്തെ കുറിച്ച് നീ കണ്ടിട്ടും നീ അതിനെ കുറിച്ച് ബോധവാനാകാതെ നീ കാഹളമൂതാതെ ഇരുന്നാൽ, അത് ജനത്തിന് കേൾക്കാൻ കഴിയാതെ വന്നാൽ അവരവരുടെ അകൃത്യത്തിൽ മരിക്കും. പക്ഷേ അവരുടെ രക്തം നിന്നോട് ചോദിക്കും.
ഇത് പറഞ്ഞിട്ടാണ് ദൈവം പറയുന്നത്, നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന്റെ കാവൽക്കാരൻ ആക്കി വെച്ചിരിക്കുന്നു. ഞാൻ അതിനോട് ചേർന്ന് ഒരു വാക്യം കൂടെ പറയട്ടെ. നമുക്കറിയാവുന്നത് യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് അവിടെ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. കൂരിരുട്ട് ജാതിയെയും അന്ധകാര ഭൂമിയെയും മൂടുന്നാല് യഹോവയോ നിന്റെ മേൽ ഉദിക്കും. എവിടെയാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്? എഴുന്നേറ്റ് നാം പ്രകാശിക്കേണ്ടതിന്റെ ആവശ്യകത. നമ്മുടെ മേല് ദൈവത്തിന്റെ തേജസ് ഉദിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ദൈവശബ്ദം കേട്ട് അനുസരിച്ച് കർത്താവിന്റെ ദൗത്യവാഹകരായിരിക്കുന്ന വിശ്വാസിയെ, ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്നെ അവന്റെ തേജസ്സിനാൽ നിറച്ച് അന്ധകാരം നിറഞ്ഞ ഭൂമിയിലും കൂരിരുട്ട് നിറഞ്ഞ ജാതികളുടെ മധ്യത്തിൽ, in the midst of darkness, അവർ കാവൽക്കാരനായി വിളക്കായി ദൈവ തേജസ്സിനാൽ ശോഭിക്കുവാനാക്കിയിരിക്കുക. നാം ജനങ്ങളുടെ അകൃത്യം കണ്ടിട്ട് കാഹളം ഊതുന്നില്ല എങ്കിൽ ദൈവവചനം വാണിങ്ങി തരികയാ. അവനവന്റെ അകൃത്യത്തിൽ മരിക്കും, പക്ഷെ അവന്റെ രക്തമോ നിന്നോട് ചോദിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവവചനേ, എന്റെ കർത്താവിന്റെ തേജസ് കൊണ്ട് നിന്നെ നിറച്ച് ക്രിസ്തു നിന്നിൽ വസിച്ചുകൊണ്ട് നിന്നെ ദേശത്തിന്റെ കാവൽക്കാരനായി നിനക്ക് ചുറ്റുമുള്ള അന്ധകാരത്തിന്റെ മധ്യത്തിൽ പ്രകാശിക്കുവാൻ കർത്താവ് നിന്നെ ആക്കിയിരിക്കുന്നത്. നിനക്ക് അവന്റെ കാഹളം ഊതുവാൻ, ഒരു കാവൽക്കാരന്റെ ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിപ്പാൻ. മറ്റൊരു നിയോഗത്തെ കുറിച്ച് അതാണ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലും 16-ാമത്തെ വാക്യത്തിലും നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ആ വാക്യത്തിന് യാതൊരു അർത്ഥവുമില്ല. അതിൻ്റെ അടുത്ത വാക്യം കൂടെ ചേർത്ത് വായിച്ചില്ലെങ്കിൽ അവിടെ കർത്താവ് ഇങ്ങനെയാ പറഞ്ഞത്, ഉപ്പ് ഖാരമില്ലാതെ പോയാൽ പിന്നെ അതെന്തോന്ന് കൊണ്ട് രുചി വരുത്താം, പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യന് ചവിട്ടി തേക്കുവാനല്ലാതെ മറ്റ് ഒരു പ്രയോജനവുമില്ല. നാം ഖാരമായിരിക്കാൻ ഉപ്പായിരിക്കാൻ അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നാം വെറും ഉപ്പായിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പിന്നെയോ ഖാരമുള്ള ഉപ്പായിരിക്കാനായിട്ട്. ഖാരമുള്ള ഉപ്പായിരിക്കാൻ, മറ്റുള്ളവരുടെ വായിൽ ഇട്ട് നുണഞ്ഞു നോക്കുമ്പോൾ രുചി പകർന്നു കൊടുക്കുന്ന ഉപ്പായിരിക്കാൻ സാധിക്കുന്നുണ്ടോ? ക്രൈസ്തവ സമൂഹത്തിന് നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കിയേ. ഡിനോമിനേഷൻസ് ഓരോന്നായിട്ട് എടുത്ത് നോക്കിയേ. ക്രൈസ്തവ ദൈവാലയങ്ങളുടെ സാക്ഷ്യം, ആരാധന എല്ലാം പുറമേ എല്ലാം ഉണ്ടില്ലേ. നല്ല വലിയ പള്ളി, പിന്നെ 4 പാർട്സ് കൊയറും കൊയർ ഡ്രസ്സും നല്ല ആരാധന. എന്താ ഇല്ലാത്ത? ആര് നോക്കിയാലും ദൈവാലയമാണ്, അല്ലെങ്കിൽ നല്ല ക്രിസ്തീയ ആരാധനയായ എല്ലാമാണ്. ഇന്നത്തെ ക്ലിപ്പിൻ്റെ അകത്ത്, വാട്സപ്പ് ക്ലിപ്പിൻ്റെ അകത്ത് പള്ളിക്കകത്ത് അടി നടക്കുന്നത് നോർത്ത് കർണാടകയിലെയാണ്. ഏതാണ് സാധനം അതിൻ്റെ അകത്ത് വെച്ച് ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞ് അവകാശം പറയാൻ ചെന്നോ, ഞാനത് പെട്ടെന്ന് വായിച്ചു വിടുന്ന സമയം കിട്ടിയില്ലായിരുന്നു. അടിയാണ് അതിൻ്റെ പള്ളിക്കകത്ത്. നമ്മുടെ ആരാധനകളുടെ അടിയ. അച്ഛന്മാരെയും ശുശ്രൂഷകരെയും ഉപ്പായത്തിന് പിടിച്ച് വലിച്ച് തെറി പറഞ്ഞുകൊണ്ട് അഭിഷേകം ചെയ്ത് തല്ലുന്ന അവസ്ഥ. എന്നിട്ട് നാം പറയും നാം സമാധാനപ്രിയരല്ലേ, നാം സമാധാനം വർഷിക്കുന്നവരാ, സമാധാനം പറയും. ചുമ്മാത ഒരു ബന്ധവുമില്ല. ഇന്ന് കാലം നഷ്ടപ്പെട്ടു പോയ, ക്രൈസ്തവ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയ, മറ്റുള്ളവർക്ക് അവഹേളിക്കുവാനും അപമാനിക്കുവാനും അല്ലാതെ മറ്റൊന്നിനും കൊള്ളരുതാത്ത ക്രൈസ്തവ സമൂഹമായിട്ട് നമ്മൾ മാറി. ഫലം എന്താണെന്നറിയാമോ? നിങ്ങൾ ഓരോ ദിവസവും വായിക്കുന്നുണ്ടല്ലോ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർ നടത്തിയിരുന്ന ആരാധനാലയങ്ങൾ
ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂളുകളിൽ അച്ഛന്മാർ കുപ്പായിടാൻ പാടില്ല, കന്യാസ്ത്രീകൾ അവരുടെ വേഷവിധാനങ്ങൾ പാടില്ല, പ്രൈസ് ദി ലോർഡ് പറയാൻ പാടില്ല, കുരിശ് വെക്കാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല. ഇന്ന് ഇത്രയും ദിവസത്തിനകം ഇവരുള്ള സകല ഇതും ക്രൈസ്തവ ഐഡന്റിറ്റി മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനുഷ്യ വിശ്വാസി, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ അധികാരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ, കാലമുള്ള ക്രിസ്ത്യാനിയായി അനേകർക്ക് ജീവിതത്തിൽ രുചി പകർന്നു കൊടുക്കുന്ന ക്രിസ്ത്യാനിയായി. എൻ്റെ ചെറുപ്പകാലത്തെ ഞങ്ങളുടെ വീടിൻ്റെ അതിലൊരു വലിയ വല്ലത്തിനകത്ത് ഇവിടെ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയത്തില്ല, കുളച്ചിച്ചട്ടി പാണ്ടിച്ചട്ടികൾ വെച്ച് അടുക്കി, കലവും ചട്ടിയൊക്കെ അടുക്കിക്കൊണ്ട് റോഡിൽ കൂടി ഇങ്ങനെ വല്ലത്ത് തലയിൽ വെച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അമ്മച്ചി വിളിക്കും, ഇനി വരാൻ പറയുന്നു. അവർ കയറി വന്ന് വല്ലം താഴെ വെച്ചിട്ട് അമ്മച്ചി ഓരോ ചട്ടി എടുത്ത് 2 കൊട്ടു കൊട്ടും. എന്നിട്ട് പറയും, അയ്യോ ഇത് വെറി വീണതാ, ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. വേറെ ഒരെണ്ണം എടുത്തേച്ച് വീണ്ടും 2 തട്ട് കെട്ടേച്ച് പറയും, ഇത് നല്ലപോലെ വെന്തതല്ലല്ലോ, ഇത് കൊള്ളത്തില്ല, അങ്ങോട്ട് മാറ്റി വെക്കും. കുറേ പാത്രങ്ങളെടുത്ത് തട്ടി നോക്കി അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അമ്മച്ചി പറയും, ഇത് വെന്തതല്ല, അല്ലെങ്കിൽ വെറി വീണതാ, ഇതിന് കുഴപ്പമുള്ളതാ. അവസാനം അതിൻ്റെ അകത്ത് ഒരെണ്ണം തട്ടി നോക്കിയിട്ട് പറയും, ആ ഇത് കൊള്ളാവുന്നതാ, ഇതിനെന്താ വില എന്ന് ചോദിക്കും. എങ്ങനെ മനസ്സിലായി? എങ്ങനെയാ അത് നല്ലതാണെന്നും വെറി വീണതാണെന്നും ഒക്കെ മനസ്സിലാക്കുന്നത്? തട്ടിയപ്പോഴുണ്ടായ ശബ്ദം പറഞ്ഞില്ലേ? വിശ്വാസിയെ, നിന്നെ ഒന്ന് തട്ടി നോക്കുന്ന സമൂഹം നിന്നിൽ നിന്ന് ബഹിർഗമിക്കുന്ന ശബ്ദം കേട്ട് തീരുമാനിക്കും. നിന്റെ പ്രവൃത്തി കണ്ട്, നിന്റെ പ്രതികരണം കണ്ട് തീരുമാനിക്കും നീ ദൈവത്തിൻ്റെ പൈതലാണോ അല്ലയോ എന്ന്. അതുകൊണ്ട് ഉപ്പായിരിക്കാനല്ല, കാലമുള്ള ഉപ്പായിരുന്ന് സാക്ഷ്യം വഹിക്കുന്ന സമൂഹമായിരിക്കാൻ ദൈവം തമ്പുരാൻ നമ്മളെ വിളിച്ച് ആക്കിയിരിക്കുക. താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വിളക്ക് കത്തിച്ച് താരും പറയും കീഴിൽ വെക്കാറില്ല, അത് തണ്ടിന്മേലത്രേ വെക്കുന്നത്, എന്നാലേ എല്ലാവർക്കും കിട്ടും എന്ന് പറയുന്ന വാക്യമാണ്. ആകയാൽ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ മഹത്വം കരയറ്റേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ ഇടയിൽ പ്രകാശിക്കട്ടെ. വാക്ക് ശ്രദ്ധിക്കണമേ. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിന്റെ മഹത്വം കൊടുക്കുന്ന വെളിച്ചമായിരിക്കാൻ, വെറും വിളക്കായിരിക്കാനല്ല, പിന്നെയോ ദൈവത്തിന്റെ മഹത്വം കൊടുക്കുന്ന നന്മയുടെ പ്രകാശ കിരണങ്ങൾ പരത്തുന്ന വിളക്കുകളായിരിക്കാൻ. നമ്മളിൽ നിന്ന് നന്മ, ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഈ സ്റ്റേജിൽ ഇരിക്കാൻ ലഭിച്ച ഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യും. തങ്ങളുടെ പ്രിയ മകളുടെ ഓർമ്മയ്ക്കായി തങ്ങൾക്കുണ്ടായിരുന്നത് സാധുക്കൾക്ക് ഗീതം വെച്ച് കൊടുക്കുവാനായിട്ട് സമ്മതപത്രം എഴുതി കൊടുത്ത ഇത്രയും ബഹുമാന്യരായ സാറിനെ ആ പ്രിയ സഹോദരിയെ വണങ്ങുകയാണ്. നന്മയുടെ വെട്ടിപ്പിടിക്കണമെന്നല്ലാതെ, എനിക്കാർജിക്കണമെന്നല്ലാതെ സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമായി ക്രൈസ്തവ സമൂഹം മാറിയിട്ടില്ലേ? എന്ത് നന്മയാണ് ഈ സമൂഹം നമ്മളിൽ നിന്ന് കാണേണ്ടത്. ഞാൻ പെട്ടെന്ന് പോകുക, സമയമായപ്പോൾ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ കർത്താവ് മറ്റൊരു നിയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതിയോട് സുവിശേഷം പ്രസംഗിച്ചവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കത്തക്കവണ്ണം അവരെ എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളി. We are not called to be evangelists. സുവിശേഷകരായിരിക്കാൻ മാത്രമല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, പിന്നെയോ ഡിസൈപ്പിൾ മേക്കേഴ്സ് ആകാനാണ്. ആകയാൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കത്തക്കവണ്ണം teach them and make them disciples so they will obey what I have commanded unto you.
ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് അനുസരിക്കേണ്ടതിനോ നിങ്ങളവരെ പഠിപ്പിച്ചു, അവരെ പ്രമാണിക്ക് അനുസരിപ്പിച്ചു, അവരെ ശിഷ്യരാക്കിക്കൊള്ളുക. നമ്മുടെ ജ്ഞാനകീർത്തനത്തിൽ മനോഹരമായൊരു പാട്ടുണ്ടല്ലേ, 282 കീർത്തനം. ആ കീർത്തനം നമ്മൾ മനോഹരമായി 4 പാർട്സിൽ പാടാറുണ്ട്. വെറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുമ്പിൽ നിൽപ്പാൻ, ഒറ്റ ദിവസത്തിൻ്റെ വേല പോലുമില്ലാതെ ഞാൻ എങ്ങനെയാ രക്ഷകന്റെ മുമ്പിൽ നിൽക്കുന്നത്? അതിൻ്റെ കോറസ് വീണ്ടും പറയുന്നു, വെറും കൈയായി ഞാൻ ചെല്ലുമോ, ഒരു നാളിൻ സേവ, ഒരാത്മാവ്, ഒരു ദേഹി പോലുമില്ലാതെ. ഇന്ന് രാത്രി ഈ പന്തലിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ കണ്ണുകളൊന്ന് അടച്ച് നിന്റെ ആത്മീയ കരങ്ങളൊന്ന് തുറന്നു നോക്കിയേ. നിന്റെ കഴിഞ്ഞകാല ജീവിതം കൊണ്ട് 30, 40, 50, 60, 70 പാരമ്പര്യത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ നയിച്ച നിന്റെ ജീവിതം കൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ എത്ര ആത്മാക്കളെ, എത്ര ദേഹികളെ എന്റെ യേശുവിന് വേണ്ടി നേടുവാൻ, എൻ്റെ കർത്താവിന് വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നിന്റെ ജീവിതം കൊണ്ട് ഇടയായിട്ടുണ്ട്. നാം പാടും, must I go and empty handed, വെറും കൈയായി ഞാൻ ചെല്ലുമോ, വെറും കൈയായി ചെല്ലേണ്ടി വന്നാൽ. അപ്പോൾ 4 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു. 1, നിങ്ങൾ വാതിൽ കാവൽക്കാരനാണ്. 2, നിങ്ങൾ കാരമുള്ള ഉപ്പായിരിക്കാണ്. 3, നന്മയുടെ പ്രകാശകിരണങ്ങളാൽ ദൈവത്തിന്റെ മഹത്വം കരേറ്റുന്ന വിളക്കുകളായിരിക്കാൻ. 4, നിങ്ങൾ ആത്മാക്കളെ നേടുന്ന, ശിഷ്യന്മാരെ നേടുന്ന ദൈവമക്കളായിരിക്കാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുക. അറിയാമോ? നമുക്ക് അറിയാം എത്രയോ അച്ഛന്മാരും ഉദ്ദേശിമാരും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? പക്ഷേ പിന്നെയും ചങ്കരം തെങ്ങെ തന്നെ അല്ലേ? കേൾക്കും, നല്ലതാണെന്ന് പറയും, കൊള്ള എന്നൊക്കെ പറയും. അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ വീടി കഴിഞ്ഞ ബിഷപ്സ് കോളേജിൽ നേരെ വടവാതൂർ പള്ളിയിൽ വന്ന് എൻ്റെ പ്രവേശനം അവിടെയായിരുന്നു. അപ്പം ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങും. പള്ളിയുടെ മുമ്പിൽ ഒരമ്മച്ചിയുണ്ട്. അമ്മച്ചിയെ വണ്ടമ്മയുടെ അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. അതൊക്കെ ഞാൻ പിന്നെ മനസ്സിലാക്കിയത്. അപ്പോൾ പള്ളി ഇറങ്ങി വന്നേച്ച് വണ്ടമ്മയുടെ അമ്മച്ചി നിന്നുകൊണ്ട് പറയോ, നമ്മുടെ പുതിയ സാറിൻ്റെ പ്രസംഗം കേട്ടു, എത്ര ഭയങ്കര പ്രസംഗമാണ്. ഞാനപ്പോഴത്തേക്ക് അമ്മച്ചി കണ്ടില്ല. തിരിഞ്ഞു നോക്കിയത് എൻ്റെ മുഖത്തോട്ട്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി വളരെ സന്തോഷം, പക്ഷെ ഞാനെന്താ പ്രസംഗിച്ചേ? അത് സാറിൻ്റെ പ്രസംഗം നല്ല പ്രസംഗമായിരുന്നു. എന്ത് അനുഗ്രഹിക്കപ്പെട്ട ദൂതായിരുന്നു. ഞാൻ പറഞ്ഞു, ശരി അമ്മച്ചി സമ്മതിച്ചു, പക്ഷെ ഞാൻ എന്താ പ്രസംഗിച്ചേ? അത് സാറിൻ്റെ ശബ്ദമൊക്കെ എന്ത് നല്ലതാണ്, നല്ല ഒച്ച ശബ്ദം, നല്ല ദൃഢമായിട്ട് പറയുന്നു. സാറ് നല്ല പ്രസംഗമായിരുന്നു. ഞാൻ പിടിച്ചു വണ്ടമ്മ. അന്ന് വണ്ടമ്മയുടെ അമ്മച്ചി നിൽക്കുകയല്ല, അമ്മച്ചി. ഞാൻ പള്ളി ചെന്നതല്ലേ ഉള്ളൂ. അമ്മച്ചി, ഞാൻ എന്തുവാ പ്രസംഗിച്ചേ? പള്ളിയിൽ ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. എൻ്റെ സാറേ, അങ്ങനെ ചോദിച്ചാൽ നല്ലതാ, പക്ഷെ എന്തുവാ ഇന്നും നമ്മുടെ അവസ്ഥ വണ്ടമ്മയുടെ അമ്മച്ചിയുടെ അവസ്ഥ തന്നെയൊക്കെയാണ്. ഇങ്ങനെ ഇരുന്ന് കൊടുക്കുമ്പോൾ ഇല്ലല്ലേ? അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ, ഈ പന്തലിൽ അങ്ങ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അച്ഛൻ പ്രസംഗി നല്ലതാ, എന്തുവാ അല്ലേ? സ്നേഹിത, വചനത്തിന് മാർക്കിടുവാനല്ല ഈ രാത്രി ദൈവം ഇവിടെ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. വചനം ഏറ്റെടുത്ത് അനുസരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുവാനായിട്ടാണ്. ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. നിന്റെ ചുമതലകൾ, നിന്റെ നിയോഗങ്ങളെ കുറിച്ച് നിനക്ക് അറിവില്ലാതെ വരുമ്പോഴാണ് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയാത്ത ആരാധനാ സമൂഹമായിട്ട് നാം മാറുന്നത്. ഈ ജനം ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും കടന്ന ജനം നാണയത്തുട്ടുകൾ എറിഞ്ഞു കൊടുക്കുവാനല്ലാതെ തങ്ങൾ ആരാധിക്കുന്ന ദൈവം ഇവന് സൗഖ്യം കൊടുക്കുവാൻ കഴിയുന്നവനാണെന്ന് തിരിച്ചറിഞ്ഞ് ആ യേശുവിനെ കൊടുക്കുവാൻ ഈ സമൂഹത്തിന് സാധിച്ചില്ല. 2ാമത്തെ കാര്യം, ഇവരെന്താണ് എന്ന് മനസ്സിലാക്കിയില്ല.
ഇവരുടെ അധികാരം എന്താണ് എന്ന് മനസ്സിലാക്കിയില്ല. മാർക്കോസിന്റെ സുവിശേഷം നമുക്ക് 16-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വേദശാസ്ത്ര പണ്ഡിതന്മാർ ഇത് പിന്നെ എഴുതി ചേർത്താന്നൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും അത് ദൈവവചനമായിട്ട് സ്വീകരിക്കുന്നത് കൊണ്ട് പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കില്ലേ. അവർ ഭൂതങ്ങളെ പുറത്താക്കും, ധന്യഭാഷ സംസാരിക്കും, അവർ മരണകരമായി യാതൊന്നോ കഴിച്ചാലും അവർക്കൊരു ദോഷം വരത്തില്ല, അവർ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം കിട്ടും. ആരാ ചെയ്യുന്നത്? ദിനകരനാണോ? പോൾ ദിനകരനാണോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാസ്റ്റർമാർ? നമ്മൾ ഓടുമല്ലോ പാസ്റ്റർമാരുടെ അടുക്കിലേക്കില്ലേ. നമ്മളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നേരെ ഓടും ഇൻസ്റ്റന്റ് കോഫി കിട്ടാനായിട്ട് അല്ലേ. അവിടെ ചെന്നാൽ ആ സഹോദരൻ്റെ അടുക്കൽ, ഈ സഹോദരൻ്റെ അടുക്കൽ, ആ പള്ളിയിൽ, ഇവിടെ, ആ കൂട്ടായ്മയിൽ, ഈ കൂട്ടായ്മയിൽ, അവിടെ ചെന്നാലാ എൻ്റെ പ്രശ്നത്തിന്റെ പരിഹാരം. അല്ല സ്നേഹിത, നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം നീ തന്നെയാ. കാരണം നിനക്ക് അവൻ അധികാരം തന്നിരിക്കുന്നു വിശ്വസിക്കുന്നവരാൽ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നത് ഞാൻ ചെയ്തത് തന്നെ ചെയ്യും. ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നത് കൊണ്ട് അവർ അതിലും അധികമായി ചെയ്യും. എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്തത് തന്നെ ചെയ്യും. നമുക്കത് ചെയ്യാൻ പറ്റുമോ? അയ്യോ, നമ്മൾ ബലഹീനരല്ലേ അല്ലേ? നമ്മൾ കുറവുള്ളവരല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാധാരണ ഒത്തിരി തടസ്സങ്ങളും ഒത്തിരി അയോഗ്യതകളും കൊണ്ടുവരും. എന്നാൽ സ്നേഹിത, കർത്താവ് പറഞ്ഞ ഒരു വാക്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിലേക്ക് ഞാൻ വീണ്ടും വരികയാ. അവിടെ കർത്താവ് പറഞ്ഞു, ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിന് ഞാനെന്താ വേണം അല്ലേ? അതിന് മേലുകാവിലെ പാവപ്പെട്ടവരെന്താ വേണം? അവൻ ദൈവപുത്രന, അവൻ ആകാശത്തിലും ഭൂമിയുള്ള സകലത്തിന്റെ മേലും അധികാരം കിട്ടിയിട്ടുണ്ട്. നമ്മളെന്നാ വേണം? അതിൻ്റെ ഏറ്റവും അവസാനം പറയുന്ന വാക്കാ അതിന് ഉത്തരം. കണ്ടാലും ഞാൻ യുഗാവസാനത്തോട് നിന്നോട് കൂടെയുണ്ട്. ആര്? ആകാശത്തിലും ഭൂമിയിലും സകലത്തിന്റെ മേലും അധികാരമുള്ളവനായ ക്രിസ്തു. ഹല്ലേലൂയ! ഈ പാവപ്പെട്ടവനോട് കൂടെ ഉണ്ടെങ്കിൽ, ഈ മൺകൂടാരങ്ങളിൽ അവന്റെ അപ്രമേയമായ ധനം നിറച്ചവൻ, എന്നെ ശക്തീകരിച്ചവൻ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അധികാരമുള്ളവനാണ്. I'm a man with authority because the authority is living in my heart. അധികാരമുള്ളവൻ എന്നിൽ ജീവിക്കുന്നത് കൊണ്ട് ഞാൻ അധികാരമുള്ളവനാ. എൻ്റെ ഒരു കസിൻ, അദ്ദേഹത്തിന് അമേരിക്ക പോകണം എന്നുള്ള വലിയ ആഗ്രഹം. എനിക്ക് 19 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. അങ്ങനെ പുള്ളിക്കാരന് നാടുകളെ നടന്ന് മുമ്പിളാരെയൊക്കെ കണ്ട് അവസാനം അമേരിക്കയിൽ ജോലിയുള്ള ഒരു സാധനമാണ് കണ്ടത്. ഞാനും പോയായിരുന്നു കല്യാണത്തിന്. അമേരിക്കക്കാരെ കെട്ടി അമേരിക്കക്കാരോട് വാഗ്ദത്തം ചെയ്തു, ഞാൻ വരാം അമേരിക്കയിൽ. പുള്ളിക്കാരൻ അന്ന് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മാനേജറായിട്ട് ജോലി ചെയ്യുക. ഇതിൻ്റെ 6-7 ദിവസം കഴിഞ്ഞപ്പോൾ കേരള പോലീസിൽ നിന്ന് DYSP ആയിട്ട് സെലക്ഷൻ കിട്ടിയ കത്ത് വന്നു. പ്രശ്നമായി. ഒരിടത്ത് ശാന്തമാമയ്ക്ക് കൊടുത്ത വാക്ക്, ഞാൻ അമേരിക്കയ്ക്ക് വന്നോളാം. മറുഭാഗത്ത് കേരള സ്റ്റേറ്റ് DYSP ആയിട്ട് സെലക്ഷൻ കിട്ടിയ ലെറ്റർ. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ വീട് കൊച്ചമ്മയുടെ വീടാണ്. അപ്പോൾ ചെറുക്കനും പെണ്ണിനോട് വിരുന്ന് കൊടുക്കാനായിട്ട് വീട്ടിൽ വന്നു. 2 പേരോട് വന്നപ്പോൾ എൻ്റെ അമ്മാച്ചന്മാർ 2 പേരും വീട്ടിലുണ്ട്. ഞാൻ കൊച്ചു പയ്യന, 15 വയസ്സ് പ്രായമുള്ളൂ. വലിയ സംഭാഷണം നടക്കുകയാണ്. ഒരമ്മാച്ചൻ പറഞ്ഞു, എടാ നീ പോണം, നീ അവൾക്ക് വാക്ക് കൊടുത്തതല്ലേ, നീ അമേരിക്ക പോകണം. അമേരിക്കയിൽ പോയി കുറച്ച് നാൾ അവിടെ ജീവിച്ച് പൈസ ഉണ്ടാക്കി വെച്ച് വന്നാൽ മതി, നീ പോകണമെന്ന് പറഞ്ഞു. മറ്റേ അമ്മാച്ചൻ പറഞ്ഞ വാക്ക് ഇപ്പോൾ ഒരു 53 വർഷം കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. ആ അമ്മാച്ചൻ പറഞ്ഞു, എടാ മോനച്ച, നീ പോകരുത് കേട്ടോ, നീ പോകരുത്. നീ പോകാതിരുന്നാൽ നീ വല്ല IG ആയിട്ടോ അതിൻ്റെ അപ്പുറമായിട്ടോ റിട്ടയർ ചെയ്യും. എന്നിട്ട് പറഞ്ഞു, എടാ നീ പോലീസിൽ ചേർന്നാൽ കലങ്ങയിലിരിക്കുന്നവന് കാല് മടക്കി ഒരു അടി കൊടുക്കാൻ എനിക്കും സാധിക്കൂടാ എന്ന് പറഞ്ഞു. അനന്തരവൻ പോലീസായാൽ
അമ്മാച്ചന് കാലുമടക്കി അടിക്കാനുള്ള അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്നു രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമേ, ആകാശത്തിന്റെ മേലും ഭൂമിയുടെ മേലും അധികാരമുള്ള ക്രിസ്തു നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ആ ക്രിസ്തു എന്നിൽ വസിക്കുന്നുവെങ്കിൽ, ആ അധികാരത്തിന്റെ കർത്താവ് എന്നിലുണ്ടെങ്കിൽ ഞാൻ അധികാരമുള്ളവനല്ലേ? എന്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ, എന്റെ രോഗങ്ങളുടെ മുമ്പിൽ, എന്റെ ഭാരങ്ങളുടെ മുമ്പിൽ മാത്രമല്ല, ഞാൻ എതിർപ്പെടുന്ന സമൂഹത്തിന്റെ പ്രശ്നങ്ങളുടെ മുമ്പിലും അധികാരത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ, ക്രിസ്തുവിന്റെ അധികാരം ഏറ്റെടുത്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ നമുക്കും സാധിക്കത്തില്ലേ? എന്തേ നാം തിരിച്ചറിയാതെ? എന്തേ നാം ഈ അധികാരം എടുത്ത് ഉപയോഗിക്കാൻ കഴിയാത്തത്? വിശ്വാസത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട കർത്താവ് തന്നിരിക്കുന്ന അധികാരത്തോടെ ക്രൈസ്തവ ജീവിതത്തിന്റെ സാക്ഷ്യം വഹിപ്പാൻ, ഈ സമൂഹത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ദൈവിക ശുശ്രൂഷയുടെ അധികാരം പൂർത്തീകരിക്കാൻ എൻ്റെ ആരാധനാ സമൂഹത്തിന് സാധിക്കുന്നില്ല. അവർ നാണയത്തുട്ടുകൾ എറിഞ്ഞുകൊടുത്ത് സംതൃപ്തി അടയില്ല, അല്ലേ? സഭയുടെയൊക്കെ അവസ്ഥ എന്താ? നമ്മൾ നാണയത്തുട്ടുകൾ എറിഞ്ഞുകൊടുത്ത് സംതൃപ്തി അടയുന്നവരായി മാറിയിരിക്കുക. യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുപ്പാൻ അപൂർണതയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ ക്രിസ്തു നമ്മളെ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തുവിന്റെ സാക്ഷികളായി നിർത്തിയിരിക്കുക. ആ ക്രിസ്തുവിനെ നമ്മുടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ, അപ്രകാരം നൈർമല്യമുള്ള ജീവിതത്തിന്റെ അധികാരത്തോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയാതെ ചില നാണയത്തുട്ടുകൾ എറിഞ്ഞുകൊടുത്ത് തൃപ്തി അടയുന്നവരല്ലേ നമ്മൾ ഓരോരുത്തർ. ഞാൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അവസാനത്തെ ഗ്രൂപ്പിൽ രണ്ട് പേരേ ഉള്ളൂ. അത് പത്രോസും യോഹന്നാനുമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആ ഭിക്ഷക്കാരൻ, മുടന്തനായ മനുഷ്യൻ പത്രോസും യോഹന്നാനും കടന്നു വരുന്നത് കണ്ടിട്ട് പറഞ്ഞു, സഹോദരാ, എന്തെങ്കിലും തരണം, ജീവിക്കുവാൻ മറ്റു മാർഗമില്ല, ഞാൻ തളർന്നവനാ, മുടന്തനാ. അവർ ആ മനുഷ്യനെ നോക്കി. അങ്ങനെയാണ് നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കുവാനാണ് സാധിക്കുന്നത്. പത്രോസും യോഹന്നാനും അവനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്. അവനെ ഉറ്റുനോക്കി. 4-ാമത്തെ വാക്യം, അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്ക് എന്ന് പറഞ്ഞു. അവൻ വലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ച് നോക്കി. വാക്യം അർത്ഥമുള്ളതാ. ആരാധനാ സമൂഹം മനസ്സിലാക്കേണ്ടുന്ന ഒരു കൊച്ചു വാക്യമാണ്. അവർ അവനെ ഉറ്റു നോക്കി. ചുറ്റുപാടുമുള്ള സമൂഹത്തിൻ്റെ വേദന മനസ്സിലാക്കുന്നവനാ ക്രിസ്ത്യൻ. ചുറ്റുപാടുമുള്ള സമൂഹത്തിൻ്റെ വേദന ഉറ്റുനോക്കുവാൻ കഴിയുന്നവനാ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതൽ. അത് ഉറ്റുനോക്കുക മാത്രമല്ല, അവന്റെ വേദനകളുടെ മധ്യത്തിൽ മാതൃകയോടെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്നവരായി. പത്രോസിന് യോഹന്നാനും അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങളെ ഉറ്റുനോക്കുന്നതെന്ന് പറയേണ്ട ഒരു കാര്യവുമില്ല, അല്ലേ? ഇവരെ ഉറ്റുനോക്കുന്നതെന്ന് പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ വാക്കുകളും വേദപുസ്തകത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് ധാരാളം മർമ്മങ്ങളോടുകൂടെയാ. അവര് പറഞ്ഞു, ഞങ്ങളെ നോക്ക്, look at us. ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന് പറയുവാൻ കഴിയുമോ ഞങ്ങളെ നോക്കുന്നു? അന്ധകാരത്തിന്റെ മ്ലേച്ഛതയുടെ എന്തെല്ലാം വെറുക്കൂത്തുകളുടെ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും വ്യാപൃതരായി വഴങ്ങി ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾ പോലും നശിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ മധ്യത്തിൽ സാക്ഷ്യമുള്ള സഭയായി ഞങ്ങളെ നോക്കെന്ന് പറയുവാൻ കഴിയുന്ന ജീവിതത്തിന്റെ വിശുദ്ധി, യേശുക്രിസ്തുവിന്റെ പ്രതിച്ഛായയായി നിൽക്കുവാൻ സഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പത്രോസ് പറഞ്ഞു, ഞങ്ങളെ നോക്കുക. അവന് വല്ലതും കിട്ടുമോ എന്ന് വിചാരിച്ചു നോക്കി.
അപ്പൊ പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്കൊരാളുണ്ട്, നസ്രയനായ യേശു. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, നിന്റെ പ്രശ്നങ്ങൾക്ക്, നിന്റെ വേദനകൾക്ക്, നിന്റെ അപൂർണതയ്ക്ക് പരിഹാരം തരുവാൻ കഴിയുന്ന ഒരുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് ഈ സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ഹാൻഡ്, പത്രോസ് കൈനീട്ടി. ദൈവത്തിൻ്റെ മക്കളെ, തുടർന്നുള്ള നിമിഷങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ദൈവമേ എന്നോട് സംസാരിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുവാൻ എന്നെ പ്രാപ്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടട്ടെ. ആരാ കൈ നീട്ടിയത്? പത്രോസ. Peter stretched out his hand. ആ മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്, ആ മുടന്തനായ മനുഷ്യൻ ആ നീട്ടപ്പെട്ട കൈയിൽ പിടിച്ചു. പക്ഷേ അവൻ അനുഭവപ്പെട്ടത് പത്രോസിന്റെ കൈയായിട്ടല്ല, അവൻ അനുഭവപ്പെട്ടത് സൗഖ്യമാക്കുന്ന യേശുക്രിസ്തുവിന്റെ കരങ്ങളായിട്ടാണ്. Hallelujah! The Peter stretched out his hand, and this man, the lame man, experienced the healing hand of Jesus. അവൻ സൗഖ്യം പ്രാപിച്ച് സടകുടഞ്ഞെഴുന്നേറ്റ്. ഹല്ലേലൂയ! അപ്പൊ ഇത്രയും നാളും, എത്ര നാളെന്ന് വേദപുസ്തകം പറയുന്നില്ല, ഇത്രയും നാളും സുന്ദരവന വഴിവാതിക്കൽ വെറുമൊരു ഭിക്ഷക്കാരനായി മറ്റുള്ളവർ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തിട്ട് കൊണ്ട് ജീവിതം കഴിച്ചു പോയതിന്റെ കാരണം എന്താണെന്നറിയാമോ? ആരെങ്കിലും ഒരു ദൈവ പൈതൽ യേശുവിനെ അറിയാവുന്ന, യേശുവിനെ പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന, യേശുവിന്റെ അധികാരത്തോടുകൂടെ ക്രിസ്തുവിന്റെ കരമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരാളെങ്കിലും കൈനീട്ടിയാൽ, കൈനീട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിന്റെ സഭയിലെ കണ്ണൂരിയൻ എന്നെ മാനസാന്തരപ്പെടുത്തില്ലായിരുന്നു, നിന്റെ സഭയുടെ ദുർമാർഗി എന്നെ മാനസാന്തരപ്പെടുത്തില്ലായിരുന്നു, നിന്റെ സഭയിലെ ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന, ലോകത്തിന്റെ കാലഗതികൾക്കനുസരിച്ച് ജീവിക്കുന്ന, മാനസാന്തരപ്പെടാത്ത, കൊടപ്പെടാത്ത മനുഷ്യൻ, സ്നേഹിത, നിന്റെ ജീവിതം യേശുവിന്റെ കരമായി നീട്ടപ്പെടുവാൻ സാധിച്ചിരുന്നെങ്കിൽ, അവർ നിന്റെ കരങ്ങളിൽ, നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ വിടുവിക്കുന്ന കരം കാണുവാൻ, ശക്തി അനുഭവിക്കുവാൻ, if only they could experience the power, the delivering power of Jesus Christ in your life, in your life, നിന്റെ ജീവിതത്തിൽ, വിശ്വാസിയെ, നിന്റെ ജീവിതത്തിൽ നിന്റെ കരങ്ങൾ നീട്ടപ്പെടുന്നതിൽ കൂടെ യേശുവിന്റെ ശക്തി പകർന്നു കൊടുക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ നമ്മുടെ സമൂഹം എന്നേ വീണ്ടെടുക്കപ്പെടുമായിരുന്നില്ലേ? പക്ഷേ നമുക്ക് നീട്ടാൻ മടിയ, നമുക്ക് നമ്മുടെ ജീവിതം നീട്ടിക്കൊടുക്കുവാൻ, നമുക്ക് സാക്ഷ്യമുള്ള ജീവിതമില്ലാതെയായി, നമുക്ക് നമ്മുടെ ചുമതലയെക്കുറിച്ച് ബോധമുള്ള ജീവിതമില്ലാതായി, നമ്മുടെ അധികാരത്തെക്കുറിച്ച് അവബോധമുള്ള ജീവിതം നമുക്കില്ലാതെയായി. അതുകൊണ്ട് പാപത്തിന്റെ പടുകുടിയിൽ കിടക്കുന്ന ഒരുവനെ വിടുവിക്കുവാൻ, അവന് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ, അവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളെ നോക്ക് എന്ന് ധൈര്യത്തോടെ പറയുവാൻ നമുക്ക് കഴിയാതെ വരിക. ഇന്ന് രാത്രി ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ചുമതലയാതാ. Can you stretch out your life, your Christian witness and testimony, so that many, those who are around you, may behold and experience the delivering power of Jesus Christ. നിനക്ക് ചുറ്റുമുള്ള അപൂർണതയിലും അന്ധകാരത്തിലും ജീവിക്കുന്ന അനേകർ യേശുവിനെ അറിയുവാൻ തക്കവണ്ണം വിശ്വാസിയെ, ഈ കൺവെൻഷന്റെ അവസാന നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അതാ. Can you നിനക്ക് ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കളായിരിക്കുന്നവർ, ദൈവവചനത്തിന്റെ മുമ്പിലിരിക്കുന്ന, ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലിന് മുമ്പിലിരിക്കുന്ന സഹോദര സഹോദരിയെ,
നിന്റെ അധികാരം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നിന്റെ ശുശ്രൂഷ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നിനക്ക് ചുറ്റുമുള്ള അപൂർണതയുടെ ലോകത്തിൽ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ജീവിതമായി മാറുവാൻ വേദപുസ്തകം പറയുന്ന അവസാന ഭാഗം കൂടെ പറഞ്ഞു ഞാൻ പോകട്ടെ. അവൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിലേക്ക് വന്നു. നമ്മൾ പലരെക്കുറിച്ചും പരാതി പറയും. അവനോ അവൻ പള്ളി കടാത്തവൻ അല്ലേ, അവനോ അവൻ കണ്ണുടിയനാ, പടപെടാത്തവനാ, വീട്ടുകാരെ അവൻ നശിച്ചു പോകില്ലേ. നമ്മൾ പലപ്പോഴും ബ്രാൻഡ് ചെയ്യാൻ വളരെ മിടുക്കനാ. പക്ഷെ ഒരു പത്രോസ് കൈനീട്ടി കൊടുത്തപ്പോ വർഷങ്ങളായി മുടന്തനായിരുന്ന മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ അധികാരത്തിന്റെ വിടുവിക്കുന്ന ശക്തി അനുഭവിച്ച് ചാടി എഴുന്നേറ്റ് നടന്നും തുള്ളിയും കൊണ്ട് ഇപ്പൊ അവനെ കാണാൻ സാധിക്കുന്നത് എവിടാന്നറിയാമോ? ആരാധനാ വൃന്ദത്തിന്റെ നടുവിൽ ദൈവാലയത്തില. ഇതുവരെയും അവൻ ആരാധനാ വൃന്ദത്തിൽ യോജിക്കുവാൻ കഴിയാതെ വന്നത്, അവൻ ദൈവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ വന്നത്, ഈ ആരാധന സമൂഹത്തിലെ ആരെങ്കിലും ഒരാള് അവന് വേണ്ടി ക്രിസ്തുവിന്റെ കരം നീട്ടുവാൻ സാധിച്ചില്ല, ഇടയായില്ല എന്നുള്ളതുകൊണ്ട് ഇന്ന് രാത്രി ആ തീരുമാനമായിട്ട് കടന്നു പോകുക. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, സഹോദരങ്ങളെ, എൻ്റെ കർത്താവിന് വേണ്ടി ഒരാത്മാവിനെ നേടുന്നതിനപ്പുറമായി ഒരു ശുശ്രൂഷയും കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നിനക്ക് പള്ളി പണിയാം, നിനക്ക് പാസ്റ്റേജ് പണിയാം, നിനക്ക് കോളേജ് വളർത്താം, മരം വെച്ച് പിടിപ്പിക്കാം, ഗ്രീനറി ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. നല്ലതാ, ഒന്നും തിരിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരാത്മാവിനെ നേടുവാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ, നിനക്ക് ചുറ്റും അപൂർണതയുടെ, നിനക്ക് ചുറ്റും അന്ധകാരത്തിൻ്റെ കൂരിരുട്ടിൻ്റെ ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ തേജസ്സിനാൽ നിന്നെ വാതിൽ കാവൽക്കാരനായി, കാരമുള്ള ഉപ്പായി, ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുന്ന വെളിച്ചമായി അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ ആഗ്രഹിച്ചിരിക്കുന്നു. നമ്മുടെ വേല ഏറ്റെടുത്ത് ചെല്ലുവാൻ തയ്യാറാകുമോ? ഈ 41ാം കൺവെൻഷൻ്റെ അവസാന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നുകൊണ്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അതാ. വടക്കേ ഇന്ത്യയിൽ, എന്തിന് നമ്മുടെ കൊച്ചു കേരളത്തിൽ അനേകരും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിസ്തുവിനെ അറിയാതെ, ഈ ക്രിസ്തുവിനെ വിടുവിക്കുന്ന ശക്തി അറിയാതെ അനേകരും പട്ട് വീടുകൊണ്ടിരിക്കുമ്പോൾ, വിശ്വാസി, ഇന്ന് രാത്രി നിനക്കൊരു തീരുമാനമെടുക്കാൻ. എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ ക്രൈസ്തവ സാക്ഷിയുണ്ട്, ഞാൻ ഒരുവനെയെങ്കിലും ക്രിസ്തുവിന് നേടും എന്നൊരു തീരുമാനം. അവൻ ആരാധനാ വൃന്ദത്തിൽ ദൈവാലയത്തിൻ്റെ അകത്തേക്ക് കടന്നു. ഒരുവൻ അവന് ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തപ്പോൾ ഇതുവരെയും അവന് സാധിച്ചില്ല. കാരണം ആരും അവനെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തില്ല. ഇപ്പം രാത്രികാലം ഒരു തീരുമാനം. എൻ്റെ ജീവിതമുണ്ട്. 42ാം കൺവെൻഷൻ 2025 ഞാൻ ഈ പന്തലിൽ വരുമ്പോ എടുക്കാമോ തീരുമാനം? എന്റെ ജീവിതം കൊണ്ട് നേടിയ ഒരാത്മാവിനെ കൊണ്ടുവരുമെന്ന് തീരുമാനമെടുക്കുവാൻ കഴിയുന്ന എത്ര പേര് ഈ പന്തലിലുണ്ടോ? ദൈവമെന്നെ ആക്കിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ എന്നിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ അധികാരത്തോടും വിടുവിക്കുന്ന ശക്തിയോടും അവന്റെ മുമ്പിൽ ക്രൈസ്തവ ജീവിതം നയിച്ച് ഒരുവരെയെങ്കിലും അടുത്ത വർഷം ഈ പന്തലിനുള്ളിലേക്ക് ഞാൻ കൊണ്ടുവരുമെന്ന് തീരുമാനമെടുപ്പാൻ നമുക്ക് പ്രവർത്തനം സാധിക്കും. കണ്ണുകളടയ്ക്ക് ആ ചോദ്യത്തിന്റെ മുമ്പിൽ മറുപടി പറ. ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഒന്ന് മറുപടി പറഞ്ഞേ. കർത്താവേ, ഞാൻ ആരാകുമെന്ന് തിരിച്ചറിയുവാൻ
എൻ്റെ അധികാരം എന്താണെന്ന് തിരിച്ചറിയുവാൻ, എനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ അവൻ്റെ പ്രകാശമായി ശോഭിപ്പാൻ, അവൻ്റെ അധികാരത്തോടെ ശോഭിപ്പാൻ. ഈ രാത്രി ഈ കൺവെൻഷൻ്റെ അവസാന നിമിഷത്തിൽ ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. എല്ലാം കണ്ടുമടഞ്ഞിരിക്കണം. ഏതാനും നിമിഷങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആരും അലക്ഷ്യമായിട്ടിരിക്കരുത്. നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ഒരു ഉടമ്പടിയുള്ള സമയമാണ്. അടുത്ത നിമിഷം നിനക്കുള്ളതല്ല. പോകുന്ന വഴി ഒരുപക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ തിരിച്ചു ചോദിച്ചാൽ ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുവാനുള്ള അവസരം നീ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യും. അതുകൊണ്ട് ഈ അവസരം അത് ദൈവം നിന്നോട് ചോദിക്കുന്ന അവസരമാണെന്ന് അറിഞ്ഞാൽ തീരുമാനമെടുക്കാൻ. കർത്താവേ, അങ്ങേക്ക് വേണ്ടി ഒരാത്മാവിനെ നേടുവാൻ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. ഈ തീരുമാനത്തോടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലുണ്ട്. ആ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ നാളും അവന് വേണ്ടി ഒരു കൈത്തിരിയായിട്ട് ഞാൻ ശോഭിക്കുമെന്നുള്ള തീരുമാനം ഈ രാത്രി നമുക്കെല്ലാവർക്കും എടുക്കാം. കർത്താവ് നിന്നോടത് ആവശ്യപ്പെടുകയാണ്. നിന്റെ ജീവിതത്തോട് ദൈവം ആവശ്യപ്പെടുകയാണ്. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഉള്ളിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. നമ്മുടെ തീരുമാനത്തിൻ്റെ പ്രതീകമായി കൊയറിനോടുകൂടെ ചേർന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇരടികൾ ചേർന്ന് പാടാം. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോയി എത്തി എവിടെ വിളങ്ങെന്ന് പാടാം. നമുക്ക് ചേർന്ന് കൊയറിനോട് ചേർന്ന് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ആയുസ്സ് ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി, എൻ്റെ ആയുസ്സ് ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരി അനേകരുടെ ജീവിതത്തിൽ പ്രകാശമെടുത്ത് ഒടുവിൽ അവൻ്റെ തിരുമാറിൽ അണയുമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് 41ാമത്തെ കൺവെൻഷൻ്റെ അവസാന നിമിഷത്തിൽ നമ്മുടെ ദൈവത്തെ കർത്താവിനെ കറങ്ങി കൊടുക്കാം. ദൈവമേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ചുറ്റും അപൂർണതയുള്ള ഒരു ലോകമുണ്ട്. അന്ധകാരത്തിൽ കഴിയുന്ന ഒരു സമൂഹമുണ്ട്. അതിൻ്റെ മധ്യത്തിൽ അവിടുത്തെ തേജസ് ഞങ്ങളിലേക്ക് പകർന്നു തന്ന് ഞങ്ങളെ അവിടുത്തെ വാതിൽ കാവൽക്കാരനായി ഭാരമുള്ള ഉപ്പായിരിക്കാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന നന്മയുടെ പ്രകാശം പരത്തുന്ന വിളക്കായിരിക്കാൻ അനേകരെ അവിടുത്തെ ശിഷ്യരാക്കിക്കൊള്ളുവാനുള്ള ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളത് മറന്നു. ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുള്ള അധികാരം എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ
കർത്താവേ, ഞങ്ങളുടെ ചുമതലകളിൽ നിന്ന് ഞങ്ങൾ പിന്മാറിപ്പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഒരു മുടന്തനായ മനുഷ്യന് പത്രോസ് തന്റെ കരം നീട്ടിയപ്പോൾ അവൻ യേശുവിനെ സൗഖ്യമാക്കുന്ന കരം പിടിച്ചു. ഈ രാത്രി ഞങ്ങളൊരു തീരുമാനമെടുക്കുക. ഞങ്ങളുടെ കരം മാത്രമല്ല, ഞങ്ങളുടെ ജീവിതം മുഴുവനും അനേകർക്ക് ക്രിസ്തുവിന്റെ വിടുതലിന്റെ കരമായി മാറേണ്ടതിന് സമർപ്പിക്കുന്നു. കർത്താവേ, അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ കർത്താവേ, അടുത്ത വർഷം ഈ യോഗത്തിന് വരുമ്പോൾ ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ നേടിയ ഒരുവനെ കൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ആയുസ്സിന്റെ നാളൊക്കെയും ദൈവനാമ മഹത്വത്തിനായി ഒരു തിരിയായി കത്തുന്ന വിളക്കായി എരിഞ്ഞ് അങ്ങയുടെ മാർഗിൽ അണയുവാൻ ഞങ്ങൾ ഇടയാക്കണമേ. നിന്റെ ജനത്തിന്റെ തീരുമാനത്തെ മാനിച്ചും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ മുദ്രയിട്ടുകൊള്ളണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. സമാധാനത്തോടെ ഞങ്ങളെ അയച്ചാട്ടെ, തിരുകൃപയെ ഞങ്ങളെ സൂക്ഷിച്ചാട്ടെ. ഈ മഹാടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ മഹാടവയുടെ എല്ലാ ദൈവാലയങ്ങളെയും അവിടെയുള്ള ജനത്തിന് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പട്ടക്കാരെയും ഉപദേശിമാരെയും പ്രവർത്തകരെയും അഭിമന്യ തിരുമേനിയെ, ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ദാനിയേൽ തിരുമേനിയെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൂട്ടായി നിന്നുകൊണ്ട് ഒരേ ദർശനത്തോടെ ഒരേ ആത്മഭാരത്തോടെ എൻ്റെ കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ എൻ്റെ മക്കളെ സഹായിക്കണം. അടിയിൽ ലഭിച്ച ഈ നല്ല അവസരത്തിനാണ് സ്തോത്രം. പ്രാർത്ഥനയോടെ ഞങ്ങൾ പിരിയട്ടെ കർത്താവേ. ശരീരം കൊണ്ട് പിരിയുന്നെങ്കിലും പ്രാർത്ഥനയുടെ ഐക്യത്തിൽ എന്നും ഒന്നായിരിക്കാനിടയാക്കണം. ഇനി കാണുന്നവരെ ഞങ്ങളെ സൂക്ഷിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ.